നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമമുണ്ടായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ റയാൻ വെസ്ലി റൌത്ത് എന്ന 58-കാരനെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഫ് ക്ലബ്ബിൽ കളിക്കുന്നതിനിടെയാണ് ട്രംപ് ആക്രമണത്തിന് ഇരയായത്. നോർത്ത് കരോലിന സ്വദേശിയായ റയാൻ കടുത്ത ഉക്രൈൻ അനുകൂലിയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനിലേക്ക് പോകുന്നതിനും രാജ്യത്തിനായി സന്നദ്ധ സേവനം നടത്തി മരണമടയാനും തയ്യാറാണെന്ന് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. നോർത്ത് കരോലിന അഗ്രികൾച്ചറൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ പ്രതി 2018 ഹവായിലേക്ക് താമസം മാറുകയായിരുന്നു. സ്വന്തമായി കരാറുകൾ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ഒരു ബിൽഡറാണ് ഇയാൾ പലതവണകളായി സോഷ്യൽ മീഡിയയിലൂടെ ട്രംപിനെ വിമർശിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സമകാലിക വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന റയാൻ ജൂലൈയിൽ ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ചും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലടക്കം നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്ന സ്കോപ്പും ഗോപ്രോ ക്യാമറയും ബാക്ക് പാക്കും ആക്രമണത്തിന് ഉപയോഗിച്ച ഒരു AK-47 തോക്കും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. സീക്രട്ട് സർവീസ് അംഗങ്ങൾ തിരികെ വെടിയുതിർത്തപ്പോൾ ഒളിച്ചിരുന്നയിടത്തു നിന്നും പുറത്തു കടന്ന പ്രതി ഒരു കറുത്ത കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ജൂലൈ 13 പെൻസിൽവാനിയയിലെ റാലിയിൽ പങ്കെടുക്കവെയാണ് ട്രംപിന് നേരെ ആദ്യ വധശ്രമമുണ്ടായത്. പ്രസംഗിക്കുന്നതിനിടെ അക്രമി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തിരുന്നു. തോമസ് മാത്യു ക്രൂക്സ് എന്ന 20-കാരനാണ് അന്ന് ട്രംപിനെ ആക്രമിച്ചത്. ട്രംപിൻ്റെ വലത് ചെവിയിൽ അന്ന് പരിക്കേറ്റു. ഡൊണാൾഡ് ട്രംപിന് നേരെ ഗോൾഫ് ക്ലബ്ബിൽ വെച്ചുണ്ടായ സംഭവത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റും എതിർ സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് പ്രതികരിച്ചിരുന്നു. ട്രംപ് സുരക്ഷിതനാണ് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അമേരിക്കയിൽ അക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്നും കമല ഹാരിസ് എക്സിൽ കുറിച്ചു. വെടിവെപ്പ് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കമല വ്യക്തമാക്കി. നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഏറ്റുമുട്ടും. ഇരുവരും തമ്മിലുള്ള ആദ്യ സംവാദം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ട്രംപിന് നേരെ വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. ചർച്ചകൾക്ക് തൊട്ടുപിന്നാലെ പുറത്തുവന്ന CNN ഫ്ലാഷ് പോൾ പ്രകാരം ട്രംപിനേക്കാൾ മികച്ച പ്രകടനം കമല ഹാരിസ് കാഴ്ചവച്ചിരുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 54% പേർ കമല ഹാരിസ് വിജയിക്കുമെന്നും 31% പേർ ട്രംപാണ് വിജയിക്കും എന്നതും അഭിപ്രായപ്പെടുന്നു.